സർവീസ് സഹകരണ ബാങ്കിന്റെ കർഷക സേവന കേന്ദ്രം ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രൂപത്തിൽ നമുക്കറിയാം, ഉൽപാദന മേഖലയിൽ കാര്യമായ പുരോഗതി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കൃഷി ഓഫീസറും നമ്മളെ മുന്നിലുണ്ട്. നമുക്ക് ആദ്യം ഇവിടെ നല്ല രീതിയിലുള്ള കൃഷി നടത്തുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ ഇപ്പൊ എന്താ അവസ്ഥ? കൃഷിയിൽ നിന്ന് പല ആൾക്കാരും പിന്നോട്ടേക്ക് അടിച്ച് ഏറ്റവും നല്ല കൃഷിക്കാരായിട്ടുള്ള ഇപ്പം മുഖർപ്പായാലും അല്ലെങ്കിൽ MC ബാലകൃഷ്ണ പക്ഷെ നല്ല കൃഷിക്കാരാണ്. പക്ഷെ ആ കൃഷിക്കാരിൽ നിന്ന് ഇപ്പം നമ്മളെ ന്യൂജൻ വരുന്ന സമയത്ത് പല ആൾക്കാരും കൃഷിയിൽ നിന്ന് ബാക്കോട്ട് അടിക്കുന്ന ഒന്നുമില്ല എന്തെന്ന പല ഇടങ്ങളും എല്ലാ കൃഷിയിടങ്ങളിലും നഷ്ടപ്പെട്ട് കൃഷിസ്ഥലങ്ങൾ പരമാവധി നികത്തിയിട്ട് അവിടെ വീടുകളും ഫ്ലാറ്റുകളെല്ലാം പണിതുകൊണ്ടിരിക്കുക. കൃഷി പല തലത്തിലും ഇല്ലാണ്ടായി പോവാം. പക്ഷെ അതിനൊരു പരിഹാരം എന്നുള്ള രൂപത്തിൽ അതല്ല ഇപ്പം എല്ലാവർക്കും ഒരു അർബാന വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒരു കാട് വെട്ടി യന്ത്രം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചോ എല്ലാവർക്കും പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ഇപ്പം ബാങ്ക് തന്നെ അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള രൂപത്തിൽ അതിൻ്റെ എല്ലാം വിത്തും വളവും കാർഷിക ഉപകരണങ്ങളും മറ്റുള്ള ജൈവ വളങ്ങളും എല്ലാം കൂടി ഒരു കുടക്കീഴിൽ നിർത്തിച്ചുകൊണ്ട് ഒരുത്തെ തന്നെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു സ്ഥാപനമായിട്ടാണ് നമ്മൾ ഇന്ന് ഇത് കർഷക സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി പ്രദേശത്ത് കൃഷിക്ക് പരമാവധി പ്രചോദനം നീങ്ങുന്ന നേരത്തിലുള്ള കൃഷിക്കാരുള്ള ഒരു കൂട്ടായ്മകളും സംഘകൃഷികളും ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. പണ്ടുകാലങ്ങളിലെല്ലാം ഒരു വാർഡിൽ 2 or 3 സംഘകൃഷി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം സംഘകൃഷി കുറഞ്ഞ് എന്നുവെച്ചാൽ ജയിൽജ് നമുക്ക് കൃഷി 4% ലോണും കിട്ടുന്ന അതാ. പക്ഷെ കൃഷി സ്ഥലങ്ങളും ഇല്ല, കൃഷിക്കാരും ഇല്ലാത്തൊരവസ്ഥയിൽ ഇപ്പം സംഘകൃഷികൾ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്നൊരു മാറ്റം വന്നുകൊണ്ട് ഒരു 4 or 5 ആൾക്കാർ കൂടി ചേർന്നുകൊണ്ട് കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. സ്വാഗത സംഘം ചെയർമാൻ N. നിതിൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് V. ദിനേശൻ അധ്യക്ഷത വഹിച്ചു. 7 പതിറ്റാണ്ട് കാലത്തോളമായി ഈ നാടിന്റെ സാമ്പത്തിക മേഖലയിൽ എല്ലാ തലങ്ങളിലും സൂക്ഷ്മദർശിയായി പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സഹകരണ സംഘമാണ്, സഹകരണ ബാങ്കാണ് ചോറോട് സർവീസ് സഹകരണ ബാങ്ക്. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിനിടക്ക് ബാങ്ക് നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഉപഭോക്താക്കൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും വില കുറഞ്ഞ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കൈനാട്ടിയിൽ ഒരു ഫെയർമാർട്ട് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മഹത്തായ സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നുണ്ട്. 10-21 ആളുകൾ ജോലി ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമായി അത് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ കുടുംബ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം മരുന്നിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ വലിയ ബാധ്യതയായി ഓരോ കുടുംബവും ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്കൊരാശ്വാസമായി ചോറോട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മളൊരു ജനൌഷധി മെഡിക്കൽ ഷോപ്പ് കൂടി കൈനാട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ മറ്റ് ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 80% വിലക്കുറവിലാണ് നമ്മൾ ഈ സാധനങ്ങൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ നാട്ടിലുള്ള വാഹനങ്ങൾ ഡീസൽ അതുപോലെ തന്നെ പെട്രോൾ വാഹനങ്ങളുടെ പുക നാട്ടിൽ വ്യാപകമായ മലിനീകരണം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നാട്ടിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർദ്ധിച്ചു വരുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇന്ധനം എന്നുള്ള നിലക്ക് അവർക്ക് ആവശ്യമായ വൈദ്യുതി ഇന്ധനം എന്നുള്ള നിലക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്ന ഇലക്ട്രിക് വാഹന മോട്ടോർ വാഹന ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ ചോറോട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിൽ പ്രവർത്തനം നടത്തി വരികയാണ്. ഇങ്ങനെ നാടിലെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും നേരിട്ട് ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് ചോറോട് സർവീസ് സഹകരണ ബാങ്ക് നടത്തിപ്പോരുന്നത്. സെക്രട്ടറി A. സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നമ്മുടെ പ്രദേശങ്ങളിൽ April-May മാസങ്ങളിൽ ഉണ്ടാകുന്ന കുടിവെള്ളക്ഷാമ കാലത്ത് കുടിവെള്ളം വിതരണം ചെയ്തും വേനൽക്കാലത്ത് ശക്തമായ ചൂടിൽ നിന്നും രക്ഷ നേടാൻ ദാഹജല വിതരണം നടത്തുന്നതിന് തണ്ണീർ പന്തലുകൾ ആരംഭിച്ചും ബാങ്ക് പ്രവർത്തിച്ചു വരാറുണ്ട്. കാലാകാലങ്ങളിൽ സഹകരണ വകുപ്പും കേരള സർക്കാരും നിർദ്ദേശിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ബാങ്ക് ഏറ്റെടുത്ത് നടത്തി വരാറുണ്ട്. ക്ഷേമ പെൻഷനുകൾ ഗുണഭോക്താക്കൾക്ക് വീടുകളിൽ എത്തിച്ചു നൽകുക എന്ന സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി 2016 മുതൽ ചോറോട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലുമായി 3500ഓളം വരുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട്.
ബാങ്ക് ഈ അടുത്ത കാലത്തായി ആരംഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സംരംഭമാണ് ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ. സഹകരണ മേഖലയിൽ കോഴിക്കോട് ജില്ലയിൽ ആദ്യത്തെ സംരംഭമാണ്. വർദ്ധിച്ചു വരുന്ന പെട്രോൾ ഡീസൽ വിലവർധനവും അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണവും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള സൗകര്യം നമ്മുടെ പ്രദേശത്ത് ഇല്ല എന്ന് മനസ്സിലാക്കി ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ ആരംഭിച്ചത്. വൈക്കരശ്ശേരിയിലെ മുതിർന്ന കർഷകൻ പുത്തമ്പുരയിൽ ബാലക്കുറുപ്പിനെ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM രാജനും കർഷക പ്രമുഖനും മുൻ ബാങ്ക് പ്രസിഡന്റുമായ MC ബാലകൃഷ്ണൻ മാസ്റ്ററെ ബാങ്ക് വൈസ് പ്രസിഡന്റ് B മധു മാസ്റ്ററും ആദരിച്ചു. ചടങ്ങിൽ ആദ്യ വിൽപ്പന വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ P സതീഷ് നിർവഹിച്ചു. കേരളത്തിലെ സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം ജനനം മുതൽ മരണം വരെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്ന വിവിധങ്ങളായ സഹകരണ സംഘങ്ങളുണ്ട്. ഇപ്പോൾ ഏകദേശം സർവീസ് സഹകരണ ബാങ്കുകൾ ഈ പറയുന്ന പോലെ ഈ ചോറോട് സർവീസ് സഹകരണ ബാങ്ക് കേവലം ഈ ബാങ്കിങ് പ്രവർത്തനങ്ങൾക്ക് ഉപരിയായി സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ അംഗങ്ങളുടെ ആ ഒരു സാമ്പത്തിക താല്പര്യങ്ങൾ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ വളരെ ചിന്തയോടുകൂടി വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികളാണ് ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടിൽ നമ്മൾ കേൾക്കാനിടയായിട്ടുള്ളത്. അതിൽ തന്നെ മറ്റുള്ള ബാങ്കുകളൊന്നും ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ആ EV ചാർജിങ് സ്റ്റേഷൻ, അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള ഒരു സ്റ്റേഷൻ തുടങ്ങുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ ആരും പ്രാക്ടിക്കലായിട്ട് ഒരു ബാങ്കും ഇവിടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. മലോൽമുക്കിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കർഷക സേവന കേന്ദ്രത്തിൽ നിന്നും കൃഷിക്കാർക്ക് ആവശ്യമായ വിത്ത്, രാസജൈവ വളങ്ങളും കാർഷികോപകരണങ്ങളും വിൽക്കപ്പെടും. വടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു T, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ചന്ദ്രൻ, ചോറോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഗോപാലകൃഷ്ണൻ K, സദാശിവൻ KK, രേഷ്മ പയോളതിൽ, KM വാസു, NK മോഹനൻ, നജ്മൽ PTK, ദാമോദരൻ മാസ്റ്റർ EP, ഇസ്മയിൽ മാസ്റ്റർ പറമ്പത്ത്, സത്യനാഥൻ P, മനോജൻ VP എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ബാങ്ക് ഭരണസമിതി അംഗം മനോജ് താബു നന്ദി പറഞ്ഞു.